നമസ്കാരം. സമഗ്ര വാർത്തകളുമായി ഉച്ചവാർത്ത തുടങ്ങുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ സംശയനിഴലിലാക്കി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന്റെയും സൂപ്രണ്ടിന്റെയും വാർത്താ സമ്മേളനം. ഹാരിസിന്റെ ഓഫീസ് മുറിയിൽ ആശുപത്രി ഉപകരണം കണ്ടെത്തിയെന്ന ആരോപണം. ഹാരിസിന് പിന്തുണയുമായി പ്രതിപക്ഷ നേതാവ്. കുടുക്കാനുള്ള നീക്കമെന്ന് KGM-CTA. ക്രൈസ്തവർക്ക് നേരെ ആക്രമണം വർദ്ധിച്ചെന്ന് CBCI. ന്യൂനപക്ഷങ്ങളെ തഴയുന്നുവെന്നും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെടണമെന്നും മാർ ആൻഡ്രൂസ് താഴത്ത്. ഒഡീഷയിൽ വൈദികർക്ക് നേരെ നടന്ന ബജ്രംഗ് ദൾ ആക്രമണത്തിൽ പ്രതിഷേധം ശക്തം. ഉത്തരാഖണ്ഡ് ദുരന്തത്തിൽ രക്ഷാദൌത്യം 4ാം ദിനം അതിവേഗത്തിൽ. ദൌത്യസംഘം വിപുലമാക്കി സൈന്യം. കുടുങ്ങിയ മലയാളികളെ എയർലിഫ്റ്റ് ചെയ്ത് ഉത്തരകാശിയിലെത്തിച്ചതായി അധികൃതർ. വോട്ടർ പട്ടിക ആരോപണത്തിന് പിന്നാലെ പ്രതിഷേധം ശക്തമാക്കി കോൺഗ്രസ്. 1 ലക്ഷം പേരെ അണിനിരത്തി രാഹുൽ ഗാന്ധിയുടെ മെഗാ റാലി ബംഗളൂരുവിൽ. ഇന്ത്യയുടെ അടിസ്ഥാന മൂല്യങ്ങൾക്ക് പ്രഹരമേറ്റെന്ന് രാഹുൽ. ബീഹാർ വോട്ടർ പട്ടിക വിവാദത്തിൽ ലോക്സഭ ഇന്നും പ്രക്ഷുബ്ധം. 3 മണിവരെ നിർത്തിവെച്ചു. മിഷൻ PT5 വിജയകരം. ആനയെ മയക്കുവെടി വെച്ച് ചികിത്സ നൽകി. കൊമ്പനെ റേഡിയോ കോളർ ഘടിപ്പിച്ച് ഉൾക്കാട്ടിലേക്ക് മാറ്റും. സ്വർണ്ണവില ഗ്രാമിന് 10,000-നടുത്ത്. പവന്റെ ഇന്നത്തെ വില 75,760 രൂപ. ഗ്രാമിന് 70 രൂപ വർദ്ധിച്ച് 9,470 രൂപയായി. ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ വീണ്ടും സംശയനിഴലിൽ നിർത്തി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന്റെയും സൂപ്രണ്ടിന്റെയും വാർത്താ സമ്മേളനം. യൂറോളജി വിഭാഗത്തിൽ നിന്നും കണ്ടെത്തിയ മെസിലോസ്കോപ്പ് പുതിയതാണോ എന്ന് സംശയമുണ്ടെന്ന് വകുപ്പ് മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ മുറിയിൽ മറ്റൊരാൾ പ്രവേശിച്ചതായി കണ്ടെത്തിയിട്ടുണ്ടെന്നും പ്രിൻസിപ്പൽ പറഞ്ഞു. എൻക്വയറി കമ്മിറ്റി ഒരു പോയിന്റ് പറയുണ്ടായിട്ടുണ്ട്. ഒരു ഉപകരണം അവിടെ കാണുന്നില്ല എന്ന് എൻക്വയറി കമ്മിറ്റി അത് സൂചിപ്പിക്കുകയും അത് എൻഡോഴ്സ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്റെ സുഹൃത്തായ ഡോക്ടർ ഹാരിസ്. ഒരു ഇൻസ്ട്രുമെന്റ്, സർക്കാരിന്റെ സാധനം പോകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ കാര്യമല്ല. സർക്കാർ എന്ന് വെച്ചാൽ എന്റെയും നിങ്ങളുടേതാണ്. അങ്ങനെ വരുമ്പോൾ ആ ഉപകരണം എവിടെ പോയി എന്നുള്ള ഒരു അന്വേഷണത്തിന് വേണ്ടിക്കൊണ്ട് DME തരത്തിൽ ഞങ്ങൾ അന്വേഷണം തുടങ്ങി. ഒരു ദിവസം കഴിഞ്ഞ ശനിയാഴ്ച തിരുവനന്തപുരത്ത് നിന്ന് ദേവിക ചന്ദ്രനുണ്ട്. ദേവിക, തന്നെ കുടുക്കാൻ ശ്രമമുണ്ടെന്ന് ഹാരിസ് ഡോക്ടർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലാകട്ടെ ഈ ഹാരിസിനെ തികച്ചും സംശയനിഴലിൽ നിർത്തുകയാണ് മെഡിക്കൽ കോളേജ് അധികൃതർ. ഡോക്ടറിന്റെ മുറിയിൽ ഒരാൾ അതിക്രമിച്ചു കയറി എന്നൊക്കെ പറയുമ്പോൾ മെഡിക്കൽ കോളേജ് പോലെയുള്ള സ്ഥലത്ത് ഒരാൾക്ക് എങ്ങനെ അങ്ങനെ കടക്കാൻ കഴിയും? ഇത്തരത്തിൽ നിരവധി സംശയങ്ങളൊക്കെ ഉയരുന്നുണ്ട്. ഏത് തലത്തിലേക്കാണ് ഈ ആരോപണ പ്രത്യാരോപണങ്ങൾ കടക്കുന്നത്? തീർച്ചയായിട്ടും ഈ ഡോക്ടർമാരുടെ സംഘടനയായ KGM-CTA വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ തന്നെ കൊടുക്കാനൊരു ശ്രമം നടക്കുന്നുണ്ട് എന്ന് ഈ ഹാരിസ് ചിറക്കൽ ഒരു മെസ്സേജ് ഇട്ടിരുന്നു. അതേ തുടർന്നാണ് അതിനുശേഷമാണ് അടിയന്തരമായി ഇത്തരത്തിലൊരു വാർത്താ സമ്മേളനം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന്റെ നേതൃത്വത്തിൽ വിളിക്കുന്നത്. എന്തായാലും ഇന്നത്തെ സമ്മേളനത്തിൽ അടിമുടി അവ്യക്തതയാണ്. ഈ ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ പുറത്തു വന്നതിന് ശേഷം ഒരു വിദഗ്ധ സമിതിയെ നിയോഗിച്ചിരുന്നു. ആ സമിതിയുടെ അന്വേഷണ റിപ്പോർട്ട് പ്രകാരം മെഡിക്കൽ കോളേജിൽ നിന്ന് മോസിലോസ്കോപ്പ് എന്ന് പറയുന്ന ഒരു ഉപകരണം കാണാതെയായി എന്ന് പറയുന്നുണ്ടായിരുന്നു. അതേ തുടർന്ന് കഴിഞ്ഞ 3 ദിവസം, അതായത് 2-ാം തീയതി ശനിയാഴ്ച, 6-ാം തീയതി ബുധനാഴ്ച, 7-ാം തീയതി വ്യാഴാഴ്ച, അങ്ങനെ 3 ദിവസങ്ങളിലായി പരിശോധന നടത്തി. ശനിയാഴ്ച യൂറോളജി വിഭാഗത്തിൽ ആകെയുള്ള പരിശോധനയാണ് നടത്തിയത്. 6-ാം തീയതി HODയുടെ മുറി തുറന്ന് പരിശോധിക്കുകയായിരുന്നു. ആ പരിശോധനയിൽ ഒരു ചെറിയ പെട്ടി കണ്ടു. അതിനുള്ളിൽ മോസിലോസ്കോപ്പ് ഉണ്ടായിരുന്നു. എന്നാൽ ഇവരിതിന്റെ ഒരു ചിത്രം എടുക്കുന്നു. കാണാതായി എന്ന് പറയുന്ന മോസിലോസ്കോപ്പിന്റെ ചിത്രവും ഇതും തമ്മിൽ ചില വ്യത്യാസങ്ങളുള്ളത് സംശയമുണ്ടാക്കുന്നു. അതേ തുടർന്നാണ് കൂടുതലൊരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടി DMEയുടെ ഉൾപ്പെടെയുള്ള സാന്നിധ്യത്തിൽ 7-ാം തീയതി ഇത്തരത്തിൽ വീണ്ടും ഈ മുറി തുറന്ന് പരിശോധിക്കുന്നത്. ആദ്യം ദിവസം പരിശോധിച്ചപ്പോൾ ഇല്ലായിരുന്ന ഒരു വലിയ പെട്ടി
കൂടി ഈ 2ാം ദിനത്തിലെ പരിശോധനയിൽ അവർ കണ്ടെത്തുന്നു. ആ പെട്ടിക്കുള്ളിൽ നെഫ്രോസ്കോപ്പ് എന്ന് പറയുന്ന ഒരു ഉപകരണമാണ് ഉണ്ടായിരുന്നത്. അത് ഇത്തരത്തിൽ ഈ മെഡിക്കൽ കോളേജിൽ നിന്നും കാണാതായതായിട്ട് ഉള്ള വിവരങ്ങളൊന്നുമില്ല. എന്നാൽ അതിനുള്ളിൽ നിന്ന് ഓഗസ്റ്റ് 2-ാം തീയതി കൊച്ചിയിൽ നിന്നും ഈ മോസ്ലോസ്കോപ്പ് ഓർഡർ ചെയ്തതിന്റെ ഒരു ബില്ല് കിട്ടുന്നു. മിഥുൻ എന്നൊരു പേര് മാത്രമാണുള്ളത്. ആരാണിത് ഓർഡർ ചെയ്തതെന്നതിൽ വ്യക്തത വന്നിട്ടില്ല. HODയുടെ പേർക്കാണ് ഈ കൊറിയർ വന്നിട്ടുള്ളത്. ഇതിലെല്ലാം ഇനി വ്യക്തത വരുത്തേണ്ടതുള്ളത്. പക്ഷേ അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായ പ്രധാന ആരോപണം എന്ന് പറയുന്നത് ഇത്രയും പ്രശസ്തമായ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലുള്ള ഒരു ആശുപത്രിയിൽ യൂറോളജി വിഭാഗം മേധാവിയുടെ മുറിയിൽ ഒരാൾ അതിക്രമിച്ചു കയറിയെന്ന് CCTV ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. പക്ഷേ അതിൽ കൂടുതൽ വ്യക്തത വരണമെന്ന് അവർ പറയുന്നുണ്ട്. 123ഓളം ക്യാമറകൾ പരിശോധിക്കണമെന്നും അവർ പറയുന്നുണ്ട്. നിലവിലെ പോലീസിലോ സർക്കാരിലോ ആരോഗ്യ വകുപ്പിലോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതൊക്കെ വളരെയധികം അവ്യക്തത ജനിപ്പിക്കുന്ന കാര്യങ്ങളാണ്. കാരണം ഒരു CCTV ഫൂട്ടേജ് എടുക്കുമ്പോൾ കൃത്യമായി അതിൽ സമയവും ഡേറ്റും ഒക്കെ ഉണ്ടായിരിക്കും. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തത വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തതയൊക്കെ വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ വീണ്ടും സംശയനിഴലിൽ നിർത്തിയിരിക്കുകയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അധികൃതർ. ഡോക്ടർ ഹാരിസിന് പിന്തുണയുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് നിലവിലെ നടപടികളെല്ലാം. ഡോക്ടറുടെ ദേഹത്ത് ഒരു നുള്ളു മണ്ണ് വീഴാൻ അനുവദിക്കില്ലെന്നും VD സതീശൻ തൃശൂരിൽ പറഞ്ഞു. ഒരു വലിയ സത്യം വെളിപ്പെടുത്തിയ, കേരളത്തിലെ ആരോഗ്യരംഗം എന്താണ് എന്ന് വെളിപ്പെടുത്തിയ, സത്യസന്ധമായി വെളിപ്പെടുത്തിയ, ഒരു രൂപ പോലെ കൈക്കൂലി വാങ്ങിക്കാത്ത ഒരു ഡോക്ടർക്കെതിരായി, ഡോക്ടർ ഹാരിസിനെതിരായി ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിലാണ് ഗൂഢാലോചന. ഡോക്ടർ ഹാരിസിനെതിരായ ആരോപണത്തിൽ സ്വതന്ത്ര അന്വേഷണം വേണമെന്ന് KGMCTA. ഹാരിസിനെ കുടുക്കാനാണോ എന്ന് എല്ലാവർക്കും സംശയമുണ്ട്. അതുകൊണ്ട് ആരോഗ്യമന്ത്രിക്ക് കത്തു നൽകുമെന്നും KGMCTA ഭാരവാഹികൾ തിരുവനന്തപുരത്ത് പറഞ്ഞു. KGMCTA ഇന്ന് അടിയന്തര യോഗം ചേരുന്നുണ്ട്. അപ്പോൾ ഈ കാര്യത്തിൽ അദ്ദേഹത്തിന് ആവശ്യത്തിൽ കൂടുതൽ സ്ട്രെസ് എല്ലാവരും കൊടുത്തു കഴിഞ്ഞു. ഒരു സിൻസിയറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു HOD എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് വന്ന ആ ഒരു സ്ട്രെസ് ഊഹിക്കാൻ കഴിയുന്നതിനപ്പുറമാണ്. ഇന്ത്യയിലും ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ആക്രമിക്കപ്പെടുന്നുവെന്ന് CBCI. മതസ്വാതന്ത്ര്യം ഉറപ്പുവരുത്താൻ സർക്കാരുകൾ ഇടപെടണമെന്നും CBCI അധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു. ഒഡീഷയിലെ ബലാസോറിൽ ആക്രമിക്കപ്പെട്ട പുരോഹിതർ ഇടവക വാർഷികം ചർച്ച ചെയ്യാനാണ് അവിടെ പോയത്. ഇതിനിടെയാണ് ഒരു സംഘം ആളുകൾ ആക്രമിക്കാനെത്തിയത്. പുരോഹിതർക്ക് നേരെ ശാരീരിക ഉപദ്രവം ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. വിവിധ പാർട്ടികൾ ഭരിച്ചപ്പോഴെല്ലാം ആക്രമണം ഉണ്ടായിട്ടുണ്ടെന്നും CBCI അധ്യക്ഷൻ വ്യക്തമാക്കി. ഒരു സാധാരണക്കാർ വെറുതെ പോകുമ്പോൾ അവിടെ പിടിച്ചു നിർത്തി ആക്രമിക്കുന്നു. മതപരിവർത്തന ഈ ആൻറ്റി കൺവേർഷൻ ബില്ല് എന്നുള്ള പേര് പറഞ്ഞ് ഇപ്പോൾ പല സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയാം, ഈ കഴിഞ്ഞ കാലത്ത്. ഇപ്പോൾ അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ സ്റ്റേറ്റിലും പല തരത്തിലാണ്. ഇപ്പോൾ ആരെക്കുറിച്ച് വ്യക്തിപരമായി പറഞ്ഞു, പക്ഷേ ഇങ്ങനെയുള്ള ചെയ്യുന്നത് സ്വതന്ത്ര ഭാരതത്തിന് ഒരിക്കലും ഭൂഷണമല്ല. അതുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികളോട് എല്ലാവരും, സ്റ്റേറ്റ് ആണെങ്കിൽ സ്റ്റേറ്റിലെ, കേന്ദ്രമാണെങ്കിൽ കേന്ദ്രം, ഇങ്ങനെയുള്ള ഭരണഘടനയ്ക്കെതിരായ ആക്രമണങ്ങളെ, മതസ്വാതന്ത്ര്യത്തിന്, ന്യൂനപക്ഷ അവകാശങ്ങൾക്ക്, പ്രത്യേകിച്ച് ക്രൈസ്തവരോടുള്ള അവഗണനയ്ക്ക്, ഇതിനെതിരെ ആവശ്യമായ നടപടികൾ എടുക്കണമെന്ന് സംസ്ഥാന കേന്ദ്ര സർക്കാരുകളോട് അഭ്യർത്ഥിക്കാൻ കൂടിയാണ്. ഒഡീഷയിൽ മലയാളി കന്യാസ്ത്രീകൾക്കും വൈദികർക്കുമെതിരെ നടന്ന ബജ്രംഗ് ദൾ ആക്രമണത്തിൽ പ്രതിഷേധം ശക്തം. വിഷയം സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് ബെന്നി ബെഹനാൻ MP ലോക്സഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകി. ഒഡീഷയിലെ ബലേറസിലാണ് മതപരിവർത്തനം ആരംഭിച്ച് ബജ്രംഗ് ദൾ പ്രവർത്തകർ മലയാളി വൈദികരെയും കന്യാസ്ത്രീകളെയും ആക്രമിച്ചത്. ഫാദർ V ജോജോ, ഫാദർ ലിജോ നിരപ്പിൽ എന്നീ വൈദികർക്കാണ് മർദ്ദനമേറ്റത്. 2 പ്രാദേശിക ക്രൈസ്തവരുടെ 2ാം വാർഷികത്തോടനുബന്ധിച്ച് ഗംഗാധർ മിഷൻ സ്റ്റേഷൻ സന്ദർശിച്ചപ്പോഴായിരുന്നു സംഭവം. ഒഡീഷയിൽ മതപരിവർത്തനം ആരോപിച്ച് ബജ്രംഗ് ദൾ പ്രവർത്തകർ ആക്രമിച്ച വൈദിക സംഘാംഗം ഫാദർ ലിജോയുടെ കുടുംബം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഫാദർ ലിജോയ്ക്ക് കാര്യമായിട്ട് ആക്രമണം നേരിട്ടില്ല. എന്നാൽ അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്ന 2 പേർക്ക് നല്ല പരിക്കുണ്ടെന്നാണ് കുടുംബം പറഞ്ഞത്. ബൈക്കും ഫോണുകളും അക്രമികൾ നശിപ്പിച്ചു. അക്രമി സംഘത്തിൽ 70-നും 80-നും ഇടയിൽ ആളുകൾ ഉണ്ടായിരുന്നു. ക്രിസ്ത്യൻ കുടുംബത്തിലെ മരണാനന്തര ചടങ്ങ് കഴിഞ്ഞ് മടങ്ങി വരും വഴിയാണ് സംഭവം. ഇടുങ്ങിയ വഴിയിൽ ഇവർ വൈദിക സംഘത്തിനായി കാത്തു നിൽക്കുകയായിരുന്നു. 45 മിനിറ്റിന് ശേഷമാണ് പോലീസ് എത്തിയത്. പോലീസിനെ പോലും സ്ഥലത്തേക്ക് അടുപ്പിക്കുന്നുണ്ടായിരുന്നില്ല. ചോദ്യം ചെയ്യാൻ കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞാണ് പോലീസുകാർ അവിടെ നിന്നും വൈദികരുടെ സംഘത്തെ രക്ഷപ്പെടുത്തിയതെന്നും ഫാദർ ലിജോയുടെ പിതാവ് ജോർജ് പറഞ്ഞു. ഇറങ്ങി വന്നു, ഞങ്ങൾ വിളിച്ചതാണ്. മരണാനന്തര പരിപാടിക്ക് വീട്ടിൽ വന്ന് പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് പിന്നെ ഇവർ പോകുന്നതെന്ന് പറഞ്ഞിട്ടൊന്നും അതൊന്നും ചെയ്തുകൊണ്ടില്ല. പിന്നെ ആരോ പോലീസിനെ അറിയിച്ചു. 45 മിനിറ്റോളം കഴിഞ്ഞാൽ പിന്നെ പോലീസ് വന്നെന്ന് പറഞ്ഞു.
അമേരിക്കയുടെ അധിക താരിഫിനെതിരെയും ഒഡീഷയിൽ കന്യാസ്ത്രീകൾക്ക് നേരെയുണ്ടായ അതിക്രമത്തിലും പാർലമെന്റിന് പുറത്ത് പ്രതിഷേധം. ഇടത് എംപിമാർ മുദ്രാവാക്യങ്ങളും പ്ലക്കാർഡുകളുമായാണ് പാർലമെന്റ് കവാടത്തിന് പുറത്ത് പ്രതിഷേധിച്ചത്. വോട്ടർ പട്ടിക ആരോപണത്തിന് പിന്നാലെ പ്രതിഷേധം ശക്തമാക്കി കോൺഗ്രസ്. 1 ലക്ഷം പേരെ അണിനിരത്തി രാഹുൽ ഗാന്ധിയുടെ മെഗാ റാലി ബംഗളൂരുവിൽ ആരംഭിച്ചു. ഫ്രീഡം പാർക്കിലാണ് വമ്പൻ റാലി. ഇന്ത്യയുടെ അടിസ്ഥാന മൂല്യങ്ങൾക്ക് പ്രഹരമേറ്റെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. രാഹുൽ ഗാന്ധിക്ക് പുറമെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ, സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ തുടങ്ങിയ പ്രമുഖരും പങ്കെടുക്കുന്നുണ്ട്. പരിപാടിക്ക് ശേഷം കർണാടക മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറെ നേരിട്ട് കണ്ട് വോട്ട് മോഷണം സംബന്ധിച്ച പരാതിയും തെളിവുകളും കൈമാറും. വോട്ട് മോഷണം നടന്നുവെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ച ബംഗളൂരു സെൻട്രൽ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന സ്ഥലത്താണ് പ്രതിഷേധ റാലി എന്നതും ശ്രദ്ധേയമാണ്. രാഹുൽ ഗാന്ധിയുടേത് ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ബംഗളൂരു സെൻട്രലിൽ കൃത്രിമത്തിലൂടെ ചേർത്തത് 1 ലക്ഷത്തിലധികം വോട്ടുകളാണ്. മോദിക്ക് അധികാരത്തിലിരിക്കാനുള്ള അർഹതയില്ലെന്നും VD സതീശൻ പറഞ്ഞു. നമ്മുടെ ജനാധിപത്യം, നമ്മുടെ ഭരണഘടനാ മൂല്യങ്ങൾ എത്ര വലിയ അപകടത്തിലാണ് എന്നുള്ള അപായകരമായ കാര്യമാണ് ബഹുമാന്യനായ ശ്രീ രാഹുൽ ഗാന്ധി ഇന്നലെ വെളിപ്പെടുത്തിയത്. ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ്. തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വോട്ടർ പട്ടികയിൽ കാണിച്ച കൃത്രിമത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. 32,000 വോട്ടിന് BJP ജയിച്ച ബാംഗ്ലൂർ സെൻട്രലിലെ സീറ്റിൽ 1 ലക്ഷത്തിലധികം വോട്ടുകളാണ് തെരഞ്ഞെടുപ്പ് കൃത്രിമത്തിലൂടെ ചേർത്തത്. കോൺഗ്രസ് പുനഃസംഘടനയിൽ മാനദണ്ഡം തയ്യാറാക്കാൻ നേതൃചർച്ച സംസ്ഥാനത്ത് നടക്കും. KPCC തയ്യാറാക്കിയ ജംബോ പട്ടിക ഹൈക്കമാൻഡ് തള്ളിയതോടെയാണ് വീണ്ടും ചർച്ച നടത്താൻ സംസ്ഥാന നേതൃത്വം തയ്യാറെടുക്കുന്നത്. നേതൃനിരയിലേക്ക് MPമാർ നിർദ്ദേശിച്ച പേരുകളും പരിഗണിക്കാനാണ് തീരുമാനം. KPCC ജനറൽ സെക്രട്ടറിമാരുടെയും DCC അധ്യക്ഷന്മാരുടെയും ഉൾപ്പെടെ സംസ്ഥാന നേതൃത്വം തയ്യാറാക്കിയ ജംബോ പട്ടിക കോൺഗ്രസ് ഹൈക്കമാൻഡ് തള്ളിയതോടെയാണ് ഹൈക്കമാൻഡ് നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങൾ പാലിച്ച് പുതിയ പട്ടിക തയ്യാറാക്കാൻ നേതൃയോഗം ചേരുന്നത്. പുനഃസംഘടനയുടെ പേരിൽ ജംബോ കമ്മിറ്റികൾ അനുവദിക്കാൻ കഴിയില്ല എന്ന നിലപാടിലാണ് ഹൈക്കമാൻഡ് സ്വീകരിച്ചത്. സാധ്യതാ പട്ടിക ചുരുക്കണമെന്നും നിർദ്ദേശമുണ്ട്. KPCC ജനറൽ സെക്രട്ടറിയാകാൻ സെക്രട്ടറിയായി പ്രവർത്തന മികവ് തെളിയിച്ചിരിക്കണം. DCC പ്രസിഡന്റ് ആകാനും ഇതേ മാനദണ്ഡമാണ്. നേതാക്കളുടെ താൽപര്യപ്രകാരം തയ്യാറാക്കിയ പട്ടികയിൽ ഹൈക്കമാൻഡ് അതൃപ്തി അറിയിച്ചതോടെയാണ് സംസ്ഥാന തലത്തിൽ വീണ്ടും ചർച്ച നടത്തി ചുരുങ്ങിയ പട്ടിക തയ്യാറാക്കാൻ ശ്രമിക്കുന്നത്. 7-8 DCC അധ്യക്ഷന്മാരുടെ കാര്യത്തിൽ മാത്രം മാറ്റം മതിയെന്നാണ് ഇപ്പോഴത്തെ ധാരണ. കണ്ണൂർ, കാസർഗോഡ്, കൊല്ലം എന്നീ ജില്ലകളുടെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം തുടരുകയാണ്. സംസ്ഥാനത്ത് പാർട്ടിയുടെ ചുമതലയുള്ള ദീപാദാസ് മുൻഷി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഡൽഹിയിൽ MPമാരുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് പുതിയ മാനദണ്ഡങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സ്വർണ്ണവിലയിൽ വൻ വർധനവ്. 1 ഗ്രാം സ്വർണ്ണത്തിന് വില 9,470 രൂപയായി. അന്താരാഷ്ട്ര വിപണിയിലെ മാറ്റങ്ങളാണ് വില ഉയരാൻ കാരണം. സ്വർണ്ണവില ഇനിയും ഉയരുമെന്നാണ് വിലയിരുത്തൽ. അതേസമയം വെള്ളിയുടെ വിലയിൽ മാറ്റമില്ല. സ്വർണം ഗ്രാമിന് 70 രൂപയും പവന് 560 രൂപയുമാണ് ഇന്ന് വർദ്ധിച്ചിരിക്കുന്നത്. ഇതോടെ ഗ്രാമിന് 9,470 രൂപയും പവന് 75,760 രൂപയുമായി. രാവിലെ അന്താരാഷ്ട്ര സ്വർണ്ണവില $3,382 ഉണ്ടായിരുന്നത്. എന്നാൽ ബോർഡ് റേറ്റ് നിശ്ചയിക്കുന്ന സമയത്ത് $3,396 അന്താരാഷ്ട്ര വില മാറിയതാണ് വിലവർദ്ധനവുണ്ടാകാൻ കാരണം. കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പ് അന്താരാഷ്ട്ര സ്വർണ്ണവില $3,500 എത്തിയപ്പോഴും സ്വർണ്ണവിലയിൽ റെക്കോർഡുണ്ടായിരുന്നു. അന്ന് രൂപയുടെ വിനിമയ നിരക്ക് 84-ലായിരുന്നു. ഇന്നിപ്പോൾ അന്താരാഷ്ട്ര സ്വർണ്ണവിലയിൽ കുറവ് രേഖപ്പെടുത്തിയപ്പോഴും ആഭ്യന്തര വിപണിയിൽ വലിയ വിലവർധനവാണ് ഉണ്ടായിട്ടുള്ളത്. രൂപയുടെ വിനിമയ നിരക്കിൽ വന്ന വ്യത്യാസമാണ് ഇപ്പോഴുള്ള വിലവർധനവിന് ഒരു പ്രധാന മറ്റൊരു കാരണം. രൂപയുടെ വിനിമയ നിരക്ക് 87.68-ലാണുള്ളത്. വൻകിട നിക്ഷേപകർ അടിയന്തര നടപടി എടുത്തില്ലെങ്കിൽ സ്വർണ്ണവില വീണ്ടും ഉയരാനാണ് സാധ്യത. നമ്മളിപ്പോൾ ഗോൾഡിൻ്റെ സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഡൈനാമിക്സ് നോക്കുകയാണെങ്കിൽ ഇപ്പോഴും ഗോൾഡിന് നല്ല ഡിമാൻഡ് തന്നെയാണ്. ഇനി ഗോൾഡിൻ്റെ പോക്ക് അപ്വേർഡ് ട്രെൻഡ് തന്നെ ആയിരിക്കും. വിവാഹ സീസൺ അടുത്തതോടെ സ്വർണ്ണവിലയിലെ വർധനവ് സാധാരണക്കാരെ ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. ഗോൾഡിൻ്റെ പ്രൈസ് റേറ്റ് കൂടിയാലും അതൊരു സേഫ് ഇൻവെസ്റ്റ്മെൻ്റ് എന്നുള്ള നിലയ്ക്ക് ആളുകൾ മേടിക്കുമെന്നാണ് എൻ്റെ തോന്നൽ. എസ്പെഷ്യലി കേരളൈറ്റ്സ് അത് ഒഴിവാക്കുമെന്ന് തോന്നുന്നില്ല. 18, 14, 9 ക്യാരറ്റ് സ്വർണ്ണാഭരണങ്ങൾക്കും ആനുപാതികമായി വിലവർധന ഉണ്ടായിട്ടുണ്ട്. ആഭ്യന്തര വില 125 രൂപയിലേക്കാണ് എത്തിയിരിക്കുന്നത്. അമൃത ന്യൂസ്, കൊച്ചി. പ്രളയമുണ്ടായ ഉത്തരാഖണ്ഡിലെ ധരാലിയിൽ രക്ഷാദൗത്യം 4ാം ദിനവും തുടരുന്നു. മണ്ണിനടിയിൽപ്പെട്ടവരെ കണ്ടെത്താൻ മുഴുവൻ സമയവും തിരച്ചിൽ നടത്തുകയാണ്.
ഇനിയും 60-ലേറെ പേരെ കണ്ടെത്താനുണ്ടെന്നാണ് ധരാലിലെ അധികൃതർ പറയുന്നത്. കൂടുതൽ സംഘാംഗങ്ങളെ ഉൾപ്പെടുത്തി ദൗത്യസംഘം വിപുലീകരിച്ചാണ് സൈന്യത്തിന്റെ രക്ഷാപ്രവർത്തനം. അതേസമയം കുടുങ്ങിയ മലയാളികളെ രക്ഷപ്പെടുത്തി ഉത്തരകാശിയിലേക്ക് എയർലിഫ്റ്റ് ചെയ്തതായി അധികൃതർ വ്യക്തമാക്കി. ധർമ്മസ്ഥലയിൽ GPR ഉപയോഗിച്ച് പരിശോധന തുടരാനൊരുങ്ങി പ്രത്യേക അന്വേഷണ സംഘം. ഭൂമിക്കടിയിൽ അസ്ഥികളോ മൃതദേഹങ്ങളോ ഉണ്ടോ എന്ന് കണ്ടെത്താൻ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാറിന് കഴിയും. മാർക്ക് ചെയ്ത സ്ഥലങ്ങളിൽ പോയിന്റ് 13-ൽ മാത്രമാണ് ഇനി പരിശോധന പൂർത്തിയാക്കേണ്ടത്. ഈ പോയിന്റിൽ ഇന്ന് പരിശോധന നടന്നേക്കുമെന്നാണ് സൂചന. ഇന്നലെ പരിശോധന നടന്നിരുന്നില്ല. വനമേഖലകളിൽ കൂടുതൽ പരിശോധന നടന്നേക്കും. ധർമ്മസ്ഥലയിൽ മാധ്യമപ്രവർത്തകരെ ആക്രമിച്ച സംഭവത്തിൽ ഒരാൾ പിടിയിൽ. ഡി ഗ്യാങ് സംഘത്തിലെ സഭല്യയാണ് പിടിയിലായത്. ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട സൗജന്യയുടെ ബന്ധുക്കളെയും മാധ്യമപ്രവർത്തകരെയും ബുധനാഴ്ചയാണ് ഗുണ്ടകൾ ആക്രമിച്ചത്. വിദ്യാർത്ഥികൾക്കിടയിൽ ഭക്ഷണകാര്യത്തിൽ രുചിയേക്കാൾ ഗുണത്തിനാകണം പ്രാധാന്യമെന്ന സന്ദേശവുമായി പത്തിലക്കറി വിളമ്പി കാസർഗോഡ് ഉദിനൂർ ഹയർ സെക്കൻഡറി സ്കൂൾ. 20ഓളം ഔഷധക്കൂട്ടടങ്ങിയ കഞ്ഞിയും 600ഓളം വിദ്യാർത്ഥികൾക്കായി നൽകി. ചീര, കുമ്പളം, തവര, മണിത്തക്കാളി, കൊടിത്തൂവ, തഴുതാമ, പൊന്നാങ്കണ്ണി തുടങ്ങിയ 10 ഇലകൾ ചേർത്തുള്ള കറിയും പിളർത്തിയ ചെറുപയറും അജാളി, ഉലുവ, അയമോദകം, ശതകുപ്പ തുടങ്ങിയവ ഉൾപ്പെടുന്ന ഔഷധക്കൂട്ടും ദശപുഷ്പങ്ങളുടെ നീരും ചേർത്തുള്ള കഞ്ഞിയുമാണ് വിദ്യാർത്ഥികൾക്കായി തയ്യാറാക്കിയത്. വിദ്യാർത്ഥികൾക്കിടയിലെ ജങ്ക് ഫുഡ് സംസ്കാരത്തിനെതിരെ ആരോഗ്യ ബോധവൽക്കരണവുമായി രുചിയേക്കാൾ ഗുണത്തിനാകണം പ്രാധാന്യമെന്ന സന്ദേശവുമായി ഉദിനൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 600 വിദ്യാർത്ഥികൾക്കാണ് 10 ഇലക്കറിയും ഔഷധക്കഞ്ഞിയും വിളമ്പിയത്. സ്കൂൾ പരിസ്ഥിതി ക്ലബ്ബ് നേതൃത്വത്തിൽ ഔഷധക്കഞ്ഞി തയ്യാറാക്കുന്നതിനായി അധ്യാപകരും രക്ഷിതാക്കളും ആവേശത്തോടെ പങ്കാളികളായി. പ്രകൃതിമിത്ര അവാർഡ് ജേതാവ് KV കൃഷ്ണപ്രസാദ് വൈദ്യർ സ്കൂളിലെത്തി ഔഷധക്കൂട്ടുകൾ തയ്യാറാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നൽകി. നാടനരി തരക്കലും 10 ഇല മുറിക്കലുമെല്ലാം കൈവിട്ടുപോകുന്ന പാരമ്പര്യ ഭക്ഷണ മൂല്യങ്ങളെ ഓർമ്മപ്പെടുത്തി. സ്കൂളിലെ 600ഓളം വരുന്ന കുട്ടികൾക്ക് ഉച്ചഭക്ഷണത്തിനായിട്ട് ഔഷധക്കഞ്ഞി, കർക്കിടക കഞ്ഞിയും ഒപ്പം 10 ഇല കറിയും ഒരുക്കിയിട്ട് കുട്ടികൾക്ക് കൊടുത്തത്. ഭക്ഷണം എന്നുള്ളത് വായ്ക്ക് വേണ്ടിയല്ല, വയറിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ രുചിയല്ല, ഗുണമാണ് ഭക്ഷണം. ഗുണം കുഞ്ഞുങ്ങളിൽ എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് 10 ഇലക്കറി ആദ്യമായി കഴിച്ചതിന്റെ അനുഭവമായിരുന്നു ഭൂരിഭാഗം വിദ്യാർത്ഥികൾക്കും. അമൃത ന്യൂസ്, കാസർഗോഡ്. തീരുവ തർക്കത്തിൽ തീരുമാനമാകും വരെ ഇന്ത്യയുമായി ചർച്ചകൾക്കില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിലടക്കം അമേരിക്കയ്ക്കുള്ള ആശങ്ക ഇന്ത്യയെ അറിയിച്ചതായി വൈറ്റ് ഹൌസ് വ്യക്തമാക്കി. പ്രശ്നപരിഹാരത്തിനായി നയതന്ത്ര തലത്തിൽ ആശയവിനിമയം തുടരുമെന്നും അമേരിക്ക അറിയിച്ചു. അധിക തീരുവയിലൂടെ 100 മില്യണിന്റെ വരുമാന വർധന ഉണ്ടായെന്നാണ് അമേരിക്ക വ്യക്തമാക്കുന്നത്. എന്നാൽ അമേരിക്കയുടെ താരിഫ് ഭീഷണി ഇന്ത്യയും ബ്രസീലും ഒരുമിച്ച് നേരിടുമെന്ന് ബ്രസീൽ വ്യക്തമാക്കി. അമേരിക്കൻ സമ്മർദ്ദം നേരിടാൻ കൂട്ടായ നീക്കത്തിന് ബ്രിക്സ് രാജ്യങ്ങൾക്കിടയിൽ ആലോചനയുണ്ടെന്നാണ് സൂചന. അധിക തീരുവ ചുമത്തിയ അമേരിക്കൻ നടപടി ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ തകർക്കുന്നതും ചൂഷണം ചെയ്യുന്നതുമാണെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. കേരളത്തിൽ ചെമ്മീൻ, കശുവണ്ടി, കയർ, ടെക്സ്റ്റൈൽ തുടങ്ങിയ മേഖലകളെ നേരിട്ടിത് ബാധിക്കും. കോവിഡ് ഉണ്ടാക്കിയതിനേക്കാൾ വലിയ സാമ്പത്തിക പ്രതിസന്ധിയാകും ഉണ്ടാകുന്നത്. കേന്ദ്രത്തിന് ഇക്കാര്യത്തിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ മുഴുവൻ സംസ്ഥാനങ്ങളെയും ഏകോപിപ്പിച്ച് ശക്തമായി പ്രതിരോധിക്കണമെന്നും രാഷ്ട്രീയമായി തന്നെ എല്ലാ സംസ്ഥാനങ്ങളെയും ഒത്തൊരുമിച്ച് കൊണ്ടുപോകണമെന്നും ധനമന്ത്രി ആവശ്യപ്പെട്ടു. ഇന്ത്യൻ എക്കണോമിയെ ബ്രിട്ടീഷുകാർ കോളനിവൽക്കരിക്കുന്ന കാലത്തുണ്ടായിരുന്ന തരത്തിൽ കടുത്ത സാമ്പത്തിക ഞെരുക്കത്തിലേക്കും ചൂഷണത്തിലേക്കും കൊണ്ടുപോകുന്നതിൻ്റെ ചില സ്റ്റെപ്പുകൾ ഇതിൽ പ്രകടമാകുന്നുണ്ടോ എന്നുള്ളതുകൊണ്ട് മുഴുവൻ ജനങ്ങൾ ഒരുമിച്ച് ഇതിനെ നേരിടണം. എന്തായാലും ഇന്ത്യയുടെ ഗവൺമെൻറ്, പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത് ആത്മാർത്ഥമായിട്ട് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹവും ഗവൺമെൻറ് ശ്രമിക്കണം. കാരണം ഇതിന് കീഴ്പ്പെടുക എന്ന് പറയുന്നതല്ല വേണ്ടത്. ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന സാധനത്തിന് നികുതി നമുക്ക് കൂട്ടാം. നമ്മളൊരു ദുർബലമായ എക്കണോമിയൊന്നുമല്ല. പരിക്കേറ്റ പാലക്കാട്ടെ കൊമ്പൻ PT5 ദൗത്യസംഘം മയക്കുവെടിവെച്ചു. കണ്ണിന് പരിക്കേറ്റ ആനയെ ചികിത്സിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് മയക്കുവെടിവെച്ചത്. ഫോറസ്റ്റ് ചീഫ് വെറ്റിനറി സർജൻ ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് മയക്കുവെടിവെച്ചത്. ചികിത്സ നൽകിയ ശേഷം റഡാർ ഘടിപ്പിച്ച് ആനയെ കാട്ടിലേക്ക് വിടും. മലമ്പുഴ കഞ്ചിക്കോട് റോഡിൽ ഗതാഗത നിരോധനം ഏർപ്പെടുത്തിയ ശേഷമാണ് ആനയെ മയക്കുവെടിവെച്ചത്. ദൗത്യത്തിനായി മുത്തങ്ങയിൽ നിന്ന് വിക്രം, ഭരത് എന്നീ കുങ്കിയാനകളെയും പാലക്കാട്ടേക്ക് എത്തിച്ചിരുന്നു.
ജൈനമ്മ തിരോധാന കേസിലെ പ്രതി സെബാസ്റ്റ്യനുമായി അന്വേഷണ സംഘം ഇന്ന് തെളിവെടുപ്പ് നടത്തിയേക്കും. ജൈനമ്മയുടെ ഫോൺ സെബാസ്റ്റ്യൻ റീചാർജ് ചെയ്ത ഈരാറ്റുപേട്ടയിലെ കടയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയേക്കുമെന്നാണ് സൂചന. അതേസമയം ഇന്നലെ രാത്രി സെബാസ്റ്റ്യന്റെ കാറിൽ നിന്ന് കത്തി, ചുറ്റിക, ഡീസൽ മണമുള്ള കന്നാസ്, പേഴ്സ് എന്നിവ ക്രൈംബ്രാഞ്ച് സംഘം കണ്ടെത്തിയിരുന്നു. ഏറ്റുമാനൂർ വെട്ടിമുകളിൽ സെബാസ്റ്റ്യന്റെ ഭാര്യയുടെ വീട്ടിൽ നടത്തിയ മിന്നൽ പരിശോധനയ്ക്കിടെയാണ് കാറിൽ നിന്നും ഇവ കണ്ടെത്തിയത്. പിടികൂടിയ 20 ലിറ്ററിന്റെ കന്നാസിൽ ഡീസൽ വാങ്ങിയതാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കോട്ടയത്ത് നിന്നുള്ള ക്രൈംബ്രാഞ്ച് സംഘമാണ് വെട്ടിമുകളിലെ വീട്ടിൽ പരിശോധനയ്ക്കെത്തിയത്. ഇന്നലെ ഏറ്റുമാനൂർ കോടതി സെബാസ്റ്റ്യനെ 13-ാം തീയതി വരെ ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിൽ വിട്ടിരുന്നു. ബംഗളൂരു കേന്ദ്രീകരിച്ച് MDMA വിൽപ്പന നടത്തുന്നയാൾ പിടിയിൽ. കോഴിക്കോട് സ്വദേശി ഖുൽഫി യാസിൻ എന്ന മുഹമ്മദ് യാസിനാണ് പിടിയിലായത്. ബംഗളൂരു മടിവാള കേന്ദ്രീകരിച്ച് MDMA, മെത്താഫെറ്റമിൻ, ബ്രൗൺ ഷുഗർ എന്നിവ കേരളത്തിലേക്ക് മൊത്തമായി കടത്തുന്ന അന്താരാഷ്ട്ര ലഹരി സംഘത്തിലെ പ്രധാനിയാണ് മുഹമ്മദ് യാസിൻ. കഴിഞ്ഞ ദിവസം എലത്തൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതിയെ ചോദ്യം ചെയ്തതിൽ നിന്നും മുഹമ്മദ് യാസിനെ കുറിച്ച് വിവരം ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ മടിവാളയിൽ നടത്തിയ പരിശോധനയിലാണ് എലത്തൂർ പോലീസ് യുവാവിനെ അതിസാഹസികമായി പിടികൂടിയത്. പ്രധാനമായും നഴ്സിംഗ്, IT എന്നിവ പഠിക്കുന്ന മലയാളി വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ചാണ് ഇയാൾ രാസലഹരി വിൽപ്പന നടത്താറുള്ളത്. കോഴിക്കോട് വടകര വള്ളിക്കാട് യുവാവിനെ ഇടിച്ച് വീഴ്ത്തി കാർ നിർത്താതെ പോയി. മുട്ടുങ്ങൽ സ്വദേശി അമൽ കൃഷ്ണനെയാണ് കാർ ഇടിച്ച് തെറിപ്പിച്ചത്. ഇന്നലെ രാത്രി 11 മണിയോടെയായിരുന്നു സംഭവം. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ യുവാവിനെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാർ കണ്ടെത്താൻ മേഖലയിലെ CCTV പോലീസ് പരിശോധിച്ചു വരികയാണ്. മലപ്പുറം മണ്ണാർമലയിൽ വീണ്ടും പുലി. നാട്ടുകാർ സ്ഥാപിച്ച ക്യാമറയിലാണ് ഇന്നും പുലിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞത്. ജനവാസ മേഖലയിൽ പുലി വിഹരിക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായെങ്കിലും അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി. വനം മന്ത്രിക്ക് നേരത്തെ നാട്ടുകാർ ഇത് സംബന്ധിച്ച് നിവേദനം നൽകിയിരുന്നു. ഒക്ടോബറിൽ അർജന്റീന ഫുട്ബോൾ ടീം അമേരിക്കയിലേക്ക് പോകുമെന്ന റിപ്പോർട്ട്. ചിക്കാഗോയിൽ മെക്സിക്കോയുമായാണ് അർജന്റീനയുടെ സൗഹൃദ മത്സരം. 2 മത്സരങ്ങളാണ് കളിക്കുക. അതേസമയം ചൈന ടൂർ അർജന്റീന ഉപേക്ഷിച്ചു. ഒക്ടോബർ 8 മുതൽ 14 വരെയായിരുന്നു ചൈന സന്ദർശനം തീരുമാനിച്ചിരുന്നത്. അർജന്റീനയിലെ മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ഖത്തറിലും ഈ വർഷം തന്നെ അർജന്റീന സൗഹൃദ മത്സരത്തിന് എത്തിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇതോടെ ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക.